നമ്മുടെ ടോപ്പിക്ക് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലമാണ്. എന്താണ് ഈ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം? നമ്മളെല്ലാവരും ഈ ഊബറും അതുപോലെ തന്നെ സൊമാറ്റോ, സ്വിഗ്ഗി ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നവരാണല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 5 ഹോട്ടലുകളിലേക്ക് സപ്ലൈ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എ എന്ന് പറഞ്ഞുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് സാധനങ്ങൾ എടുത്തുകൊണ്ട് മറ്റ് 5 സ്ഥലങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തും എത്തേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കിലോമീറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈലേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ എത്താൻ പറ്റും, ഏതൊക്കെ വഴികളിലൂടെ എങ്ങനെയൊക്കെ എത്താൻ പറ്റും എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നൊരു മെത്തേഡാണ് ഈ പറഞ്ഞ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, TSP എന്ന് വിളിക്കുന്ന പ്രോബ്ലം. ക്ലിയർ ആയോ? ഇപ്പോൾ ഇവിടെ തന്ന എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വെർട്ടെക്സ് A ഉണ്ടല്ലേ. ഈ Aയിൽ നിന്ന് എന്ത് ചെയ്യണം? എല്ലാ വെർട്ടെക്സുകളും ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യണം ഏറ്റവും മിനിമം കോസ്റ്റ് കൊണ്ട്. അതായത് A എന്ന് പറയുന്നതാണ് മെയിൻ ആയുള്ളൊരു ഹോട്ടൽ. ഈ ഹോട്ടലിൽ നിന്ന് ഇവർക്ക് ഫുഡ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം? Bയും Cയും Dയും Eയും Fഉം പോയിട്ട് തിരിച്ച് Aയിൽ തന്നെ എത്തണം. അങ്ങനെ ആ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുക, എല്ലാ വെർട്ടെക്സും വിസിറ്റ് ചെയ്തിട്ട് അതിനെയാണ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? സോ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിളും കൂടെ ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? അത് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയുള്ള ഡിസ്റ്റൻസിൽ തന്നെയാണ് എത്തേണ്ടത്. അൽഗോരിതമാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഗ്രാഫ് എടുക്കുക. ഗ്രാഫിനകത്ത് എന്തുണ്ടായിരിക്കും? കുറച്ച് വെർട്ടെക്സുകളും എഡ്ജുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ മറ്റൊരു ഗ്രാഫ് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ജിയിൽ നിന്ന് G' എന്ന് പറഞ്ഞുള്ളത്, നമ്മൾ ഓരോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും, അതായത് നമ്മളതിന് സോൾവ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ G' എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ സോർട്ട് ചെയ്യാണ്. അതായത് ജിയിലെ ഏറ്റവും ലീസ്റ്റ് ഡിസ്റ്റൻസ് എടുത്ത് ലാർജ് ഡിസ്റ്റൻസിലേക്ക് സോർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ എഡ്ജ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ Aയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ Aയിൽ തന്നെ തിരിച്ചെത്തണം. ഇനി ആ Aയിൽ നിന്ന് തൊട്ടടുത്ത ഏറ്റവും മിനിമം ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. D ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതായത് ഏറ്റവും കോസ്റ്റ് കുറവുള്ളത് ഏതാണെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് അത് നമ്മുടെ G' വരയ്ക്കുക. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ക്ലിയർ ആയോ? അതായത് നമുക്ക് രണ്ടാമത് കിട്ടിയ വെർട്ടെക്സിൽ നിന്നും ഏറ്റവും മിനിമം വരുന്ന ഏതാണെന്ന് നോക്കി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. ഇപ്പോൾ ഇവിടെ തന്ന എക്സാമ്പിളിൽ നമുക്ക് 6 സിറ്റീസാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് Aയിൽ നിന്ന് ഏറ്റവും ഷോർട്ടായിട്ട് ഏതാ നോക്കാം. A ആണ് നമ്മുടെ സ്റ്റാർട്ടിങ്. ആ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പോകുന്ന ഏറ്റവും ഷോർട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു 16 ആണ് അല്ലേ. സോ A to B ആണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മളത് ആദ്യം എന്ത് ചെയ്യുക? ഒരു സെപ്പറേറ്റ് ഗ്രാഫാക്കി വരച്ചു വയ്ക്കാം. അതിനുശേഷം Aയിൽ നിന്ന് Bയിൽ എത്തി എന്ന് നമ്മൾ ഏറ്റവും ഷോർട്ടായുള്ള ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി Bയിൽ നിന്ന് ഏറ്റവും ഷോർട്ട് ഏതാണെന്ന് നോക്കുക. Bയിൽ നിന്ന് ആകെ ഒന്നേ പോകുന്നുള്ളത് 21 ആണ് Cയിലേക്ക്. അപ്പോൾ നമ്മൾ Aയിൽ നിന്ന് Bയിലേക്ക് വരച്ചതിന് ശേഷം ഗ്രാഫ് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം, Cയിലേക്ക് വരയ്ക്കാം. ഇനി ചെയ്യേണ്ടത് Cയിൽ നിന്ന് ഏറ്റവും ഷോർട്ടായിട്ട് പോകുന്നത് ഏതാ? ഡയറക്ഷൻ നോക്കുക. Dയിലേക്കാണ് പോകുന്നത് അല്ലേ. Dയിലേക്ക് 12 ആണ് വന്നിട്ടുള്ളത്. സോ ആ 12 ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അടുത്ത ഗ്രാഫ് വരയ്ക്കാം. ക്ലിയർ ആയല്ലോ? ഇപ്പം നമ്മൾ എവിടെ എത്തി? Dയിലെത്തി. ഇനി Dയിൽ നിന്ന് ഇതുപോലെ ഏറ്റവും ഷോർട്ടായിട്ട് പോകുന്നത് ഏതാണെന്ന് നോക്കുക. Dയിൽ നിന്ന് നമുക്ക് ഏതാണുള്ളത്? Dയിൽ നിന്ന് നമുക്ക് Eയിലേക്ക് 15 ആണ്. പിന്നെ ഉള്ളത് Bയിലേക്കാണ് അല്ലേ. അപ്പോൾ B ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ Dയിൽ നിന്ന് എങ്ങോട്ട് പോകും? E ആണ് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? Dയിൽ നിന്ന് E ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ബൈ ഡയറക്ഷനിലാണ്. സോ E നമുക്ക് ആഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ അടുത്ത ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യും? അതും കൂടെ ആഡ് ചെയ്യും. അങ്ങനെ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ Eയും കൂടെ ആഡ് ചെയ്തു അല്ലേ. ഇനി Eയിൽ നിന്ന് നമുക്ക് എത്തേണ്ടത് Fയിലേക്കാണ് അല്ലേ. അത് നോക്കുക, ബൈ ഡയറക്ഷനിലാണ്, 16 ആണ്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വരച്ചു. ഇനി Fയിൽ നിന്ന് നമുക്ക് എത്തേണ്ടത് A ആണ്. Aയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 34 ആണ്. അപ്പോൾ അതുകൂടെ നമ്മൾ ചേർത്ത് വരയ്ക്കുക. ക്ലിയർ ആയോ?
അങ്ങനെ നമ്മളുടെ ഗ്രാഫ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. എല്ലാ നോഡുകളും വിസിറ്റ് ചെയ്ത ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിളാണ് നമുക്ക് കിട്ടിയത്. ഇനി ആ വാല്യൂസ് എല്ലാം കൂടെ നമ്മൾ പ്ലസ് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ പാത്ത് വരുന്നത്, A to B, then C, D, E, F, A. സോ കോസ്റ്റ് എന്ന് വരുന്നത് 114 ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ എന്ത് TSP, ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിനകത്ത് നമുക്ക് 5 സിറ്റീസാണുള്ളത്. ABCDE എന്ന് പറഞ്ഞ 5 ഡിസ്റ്റൻസുകൾ, 5 സിറ്റീസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോസ്റ്റും ഇതിനകത്ത് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോ റൂട്ടും ടോട്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾ ഗ്രാഫായി വരച്ചിട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്തപ്പോൾ ഒത്തിരി വരുന്ന കാരണം നമുക്ക് ഒരു ടേബിൾ ആക്കിയിട്ട് എഴുതുന്നതായിരിക്കും നല്ലത്. സോ എയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെയാണ് തിരിച്ചെത്തേണ്ടത്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്തു, എ എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഈ എയിൽ നിന്ന് നമുക്ക് എങ്ങോട്ട് പോകാൻ പറ്റും നോക്കുക. എയിൽ നിന്ന് ഓപ്ഷൻ വരുന്നത് ബിയും സിയും ഒക്കെയാണ് അല്ലേ. സോ എയിൽ നിന്ന് ബി വരുന്നുണ്ട്. ബിയിൽ നിന്ന് ഏറ്റവും ഷോർട്ടായിട്ട് വരുന്നത് എങ്ങോട്ടാണ്, എയിൽ നിന്ന് ബി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഷോർട്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എല്ലാം നമ്മളിങ്ങനെ എഴുതി പോവാം. എന്ന് ബിയിലേക്ക് പോവാം. ബിയിൽ നിന്ന് 3 സ്ഥലത്തേക്ക് പോകാൻ പറ്റും അല്ലേ, ഇയും ഡിയും സിയും. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം സി എഴുതാം. സിയിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോകാൻ പറ്റുന്നതെന്ന് നോക്കുക. അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടുള്ളത് എടുത്ത് എഴുതിയാലും മതി. അപ്പോൾ സിയും അതുപോലെ തന്നെ ഡിയും ദെൻ ഇയും അതിനുശേഷം എയും എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? അതുപോലെ എയിൽ നിന്ന് നമുക്ക് മറ്റെങ്ങോട്ട് പോകാൻ പറ്റും, ബിക്ക് പോകുന്നതിന് പകരം സിയിൽ പോവാം അല്ലേ, ബിയിൽ പോവാം, ഡിയിൽ പോവാം, ഇയിൽ പോവാം, എയിൽ പോവാം. ഇങ്ങനെ എഴുതിയിട്ട് ഇതിൻ്റെയൊക്കെ കോസ്റ്റുകളും പ്ലസ് ചെയ്യുക. അതായത് A to Bയിലേക്കുള്ള കോസ്റ്റ് എത്രയാണ്, 58 ആണ്. ക്ലിയർ ആയോ? അങ്ങനെ നോക്കിയിട്ട് ഏറ്റവും മിനിമം വരുന്ന ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്തിട്ട് കമൻ്റായിട്ട് ചെയ്യുക. ആൻസർ എന്താണ് കിട്ടുന്നത് നമുക്ക് കമൻറ്റിൽ നോക്കാം.